2020 NDA പ്രവേശനത്തിന് പിന്നാലെ എറണാകുളം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ UDF ഭരണം ചർച്ചയാക്കാൻ CPM 2020 പിന്തുണയോടെ ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ചോദ്യം. കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ബിപിൻ, 2020 ഈ NDAയുടെ ഘടകകക്ഷിയാക്കാൻ തീരുമാനിച്ചതോടെ ഈ പാർട്ടിക്കുള്ളിൽ വലിയ അസംതൃപ്തിയുണ്ട് എന്ന രീതിയിൽ കൂടി വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നു. മാത്രമല്ല BJP സംഘത്തിലേക്ക് ആളുകൾ പോയത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടോ ഈ കിഴക്കമ്പലം ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ? അതേ സ്കേൻ, അങ്ങനെ ഒരു അഭിപ്രായമുള്ളവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് 2020 വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് ചർച്ചയാകുമെന്നുള്ളതും തീർച്ചയാണ്. അപ്പോൾ NDAയുടെ ഭാഗമായി 2020 മാറുമ്പോൾ ആദ്യ ചർച്ചയാവുന്നത് വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്താണ്. ഇവിടെ UDF അധികാരത്തിലേറിയത് 2020യുടെ കൂടി പിന്തുണയോട് കൂടിയായിരുന്നു. അതായത് LDFന് 9, UDFന് 8, 2 സീറ്റുകൾ 2020 എന്നുള്ളതായിരുന്നു. 2020 UDFനെ പിന്തുണച്ചു. അങ്ങനെയാണ് UDFന് ഭരണം ലഭിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ ഇനി എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെ ുള്ളവർ ചോദിച്ചത്. ഇപ്പോൾ നമ്മുടെ കൂടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റെജി തോമസ് ചേരുകയാണ്. അപ്പോൾ ഇനി എന്താണ് നിലപാടെന്നുള്ളതാണ് പ്രധാനമായും ഇടതുപക്ഷമൊക്കെ ചോദിക്കുന്നത്. നിലപാടുകൾ വേറൊന്നുമില്ല. അവര് ഞങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 7 പേരും LDFന് 8 ആയിരുന്നു. 8, 7, 2 ആണ്. 2 പേര് UDFന് വോട്ട് ചെയ്തു. വോട്ടിങ്ങിൻ്റെ ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റായി എന്നുള്ളതാണ് അതിൻ്റെ നിലപാട്. അത് നേതൃത്വം അതിൻ്റെ ആ നിലപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2020 ഘടകകക്ഷിയാക്കുകയോ അല്ലെങ്കിൽ അവരെ മറ്റ് രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടോ അല്ല ഇതിലേക്ക് വന്നത്. അവരുടെ സ്വതന്ത്രമായ നിലപാടെടുത്തു. ഇവിടെ നിന്നും LDF 10 വർഷക്കാലമായി ഭരിക്കുന്ന LDF മാറി നിൽക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി വോട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഇപ്പോൾ 2020 NDAയുടെ ഭാഗമായിട്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനെപ്പറ്റി ഇതുവരെ യാതൊരുവിധ നേതൃത്വമായിട്ട് യാതൊരുവിധ ഇതും വന്നിട്ടില്ല നമുക്ക്. അവരുമായിട്ടും നമ്മൾ ഇന്നലെയും ഞങ്ങളുടെ കൗൺസിലിനുണ്ടായിരുന്നു. ഇന്ന് കൗൺസിലുള്ള ദിവസമാണ്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെയായിട്ട് അറിവ് കിട്ടിയിട്ടില്ല. ഇപ്പം മാറിയ 2 പേരും ഈ ഒരു തീരുമാനത്തെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങനെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. നേതൃത്വം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരുമായിട്ട് ഞങ്ങൾക്ക് കൂട്ടുകൂടാവുന്നത് CPM-ഉം BJP-യും SDPI ഒഴിച്ചുള്ള ഏത് കക്ഷികളെ ഇങ്ങേറ്റം CPIയുടെ വരെയും പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. അന്നെടുത്ത നിലപാടിനോട് തന്നെയാണ് പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത്. ഈ പിന്തുണയുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പിന്തുണയായിട്ട് മുന്നോട്ട്. അതിൽ മറ്റ് രാഷ്ട്രീയ തീരുമാനങ്ങളൊന്നും ഇനി വരാനില്ല, ഇങ്ങനെ തന്നെയാണ് അല്ലേ? രാഷ്ട്രീയ തീരുമാനം ഇതുവരെയായിട്ടും നമ്മുടെ നേതൃത്വം എടുത്തിട്ടില്ല. നേതൃത്വം എന്ത് തീരുമാനം എടുക്കുന്നോ അത് അനുസരിക്കും. യെസ്, അപ്പോൾ ഈ ഒരു തീരുമാനവുമായി അല്ലെങ്കിൽ ഈ ഒരു പിന്തുണയുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് കൃത്യമായി തന്നെ പറയുകയാണ് ഇപ്പോൾ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റ് 24നോട്. ഒപ്പം തന്നെ ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ ഇത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 2020 ഏകദേശം 41,000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. അതിപ്പോൾ NDA സഖ്യമാവുമ്പോൾ ആ വോട്ടുകൾ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.